ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 20 വെറൈറ്റീസിലധികം ലൈം ജ്യൂസസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്യാത്തൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ലൈം ജ്യൂസാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു നാരങ്ങ വെള്ളം ഞാനിവിടെ 2 ഗ്ലാസ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു നാരങ്ങയിൽ നിന്നും കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളത്തിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഈ ഒരു ഐസ് ക്യൂബാണ് കേട്ടോ. ഐസ് ക്യൂബ്സാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നാരങ്ങ വെള്ളത്തെ സ്പെഷ്യലാക്കുന്നത് ഈ ഐസ് ക്യൂബ്സാണ്. ഈ ഐസ് ക്യൂബ്സ് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ അത് നാരങ്ങ വെള്ളത്തിൻ്റെ മുകളിൽ വന്നിട്ട് നമുക്ക് ലയേർഡ് ലൈം ജ്യൂസായിട്ട് കിട്ടും. മുകളിൽ മഞ്ഞ നിറവും കുറച്ച് താഴെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ കളറുമായിട്ട് കിട്ടും. ഈ ഐസ് ക്യൂബ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ നീരും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് മാങ്ങയാണ് കേട്ടോ. ഒരു മാങ്ങ മുഴുവനായിട്ടൊന്നും ചേർക്കുന്നില്ല. ഒരു മാങ്ങയിൽ നിന്നും ഇത്രയും കഷ്ണങ്ങളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാങ്ങയുടെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. എന്നിട്ട് ഈ ജ്യൂസ് നമുക്ക് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ്സാണ് നമ്മൾ നാരങ്ങ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഒരുപാട് നാരങ്ങ വെള്ളം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇത്ര ഐസ് ക്യൂബ്സ് വെച്ചിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു മാങ്ങയുടെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഗ്ലാസ് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. സാധാരണ നാരങ്ങ വെള്ളത്തിൽ നിന്നും ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് കുടിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് വെറൈറ്റി ആണല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്